അങ്ങനെ ഇന്നലെ മുംബൈയുടെ ഈ സീസണിലെ അവസാനത്തെ മത്സരം കഴിഞ്ഞു. ആ മത്സരവും തോറ്റു. അങ്ങനെ 14 മത്സരങ്ങളിൽ നിന്നും 10 തോൽവികളുമായിട്ട് ഏറ്റവും 10ാം സ്ഥാനത്താണ് നിൽക്കുന്നത് മുംബൈ ഇന്ത്യൻസ്. ശരിക്കും പറഞ്ഞാൽ രോഹിത്തുള്ള മുംബൈ ഇനി ചിലപ്പോൾ നമ്മൾ കണ്ടെന്ന് വരില്ല. കാരണം തീർച്ചയായിട്ടും നമ്മൾ പല ഇതിലും നമ്മൾ കേൾക്കുന്നുണ്ട്. രോഹിത്ത് പറയാതെ പറഞ്ഞതും മറ്റുള്ള നിരവധി ഓൺലൈൻ മീഡിയയിൽ നിന്നും ചാനലിൽ നിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യം രോഹിത് ശർമ്മ ഇനിയും മുംബൈ ഇന്ത്യൻസിൽ ഉണ്ടായില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം പേഴ്സണലി എനിക്ക് വളരെ വിഷമമുണ്ട്. കാരണം ഞാനൊരു രോഹിത് ഫാനാണ്. അതോടൊപ്പം തന്നെ രോഹിത് ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സച്ചിനായിരുന്നു, അതിനുശേഷം രോഹിത്തായി. സച്ചിൻ മുംബൈയിലായിരുന്നു, രോഹിത്ത് മുംബൈയിലാണ്. അപ്പം എല്ലാം കൊണ്ട് ഒരു മുംബൈ ഫാൻ തന്നെ ആയിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ അപ്പം കഴിഞ്ഞ ഈ ഒരു സീസണിലൊക്കെ നടന്ന ചില കാര്യങ്ങൾ നമുക്കറിയാം. ഹർദിക് പാണ്ഡ്യയുടെ വരവ്, മാനേജ്മെൻറ്റും നമ്മുടെ അംബാനി ഫാമിലിയും എല്ലാവരും കൂടെ രോഹിത് ശർമ്മയെ മാറ്റാൻ തീരുമാനിക്കുന്നു. ഹർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റാൻ തീരുമാനിക്കുന്നു. ഹർദിക് പാണ്ഡ്യയെ കൊണ്ടുവരുന്നു. ഈ മുംബൈ ഇന്ത്യൻസിനെ കുറ്റം പറഞ്ഞിട്ട് പോയതാണെന്നുള്ളൊരു ബോധം പോലും ഇല്ലാണ്ട് അവൻ്റെ കാല് പോയി പിടിച്ച് അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വല്ല കാര്യമുള്ള കാര്യമായിരുന്നു. എന്നിട്ട് ഇപ്പം എന്തായി? ഏറ്റവും നാണം കെട്ടൊരു സീസൺ കൂടെ മുംബൈക്ക് സ്വന്തമായി എന്നുള്ള അല്ലാണ്ട് ഇത്രയും പോലും താരനിരകളില്ലാതെ ഇപ്പം നമുക്കറിയാം ബോളിംഗ് ഓപ്ഷനിലാണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. വുഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ഷെഫേർഡ് ഉണ്ട്, അതുപോലെ തന്നെ തുഷാരയുണ്ട്, അതുപോലെ തന്നെ കോട്സി ഉണ്ട്. അങ്ങനെ ഒട്ടനവധി ബോളേഴ്സ് ഇപ്രാവശ്യം നമുക്ക് അവരുള്ളായിരുന്നു അല്ലേ. പക്ഷെ ഇതൊന്നും ഇല്ലാണ്ട്, അങ്ങനെ പറയത്തക്ക ഒരു ബോളേഴ്സിനെ ഇല്ലാണ്ട് പ്ലേ ഓഫിൽ വരെ കയറ്റിച്ചിട്ട് ഉള്ള ഒരാളായിരുന്നു നമ്മുടെ രോഹിത് ശർമ്മ. അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയെ പറയാനായിട്ടുള്ളതല്ലേ. നിരവധി 5 കപ്പുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന് പകരം വെക്കാൻ വേറെ ഒന്നുമില്ല. മഹേന്ദ്ര സിംഗ് ധോണിയെക്കാളും മികച്ചൊരു ക്യാപ്റ്റനാണ് എന്ന് പറഞ്ഞാൽ പോലും അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം 13-14 സീസണുകളിൽ നിന്നാണ് മഹേന്ദ്ര സിംഗ് ധോണി 5 കപ്പുകൾ നേടിയതെങ്കിൽ ഇവിടെ 9 സീസണുകൾ കൊണ്ടാണ്, 9 വർഷങ്ങൾ കൊണ്ടാണ് രോഹിത് ശർമ്മ 5 കപ്പുകൾ നേടിയത്. അതായത് ക്യാപ്റ്റൻസി ഏറ്റെടുത്തിട്ട് ഏകദേശം അത്രേ വർഷമായുള്ളൂ ക്യാപ്റ്റൻസി ഏറ്റെടുത്തിട്ട്. അപ്പോൾ ആ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് 5 എണ്ണം പൂർത്തിയാക്കിയെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ തന്നെയാണ് രോഹിത് ശർമ്മ. നമുക്കറിയാം രോഹിത്ത് ഇപ്പോഴെങ്ങും വിരമിക്കാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇനി കുറച്ച് വർഷങ്ങളോടെ, അപ്പോൾ 2-3 വർഷങ്ങൾ കൂടിയെങ്കിലും രോഹിത് ശർമ്മ തീർച്ചയായിട്ടും ക്രിക്കറ്റിൽ എന്തായാലും സജീവമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്തിനാണ് ഇത്രയും തിരക്ക് പിടിച്ച് ഹർദിക് പാണ്ഡ്യയെ കൊണ്ടുവന്ന് ഒരു ക്യാപ്റ്റൻസി സ്ഥാനം കൈമാറ്റമൊക്കെ നടത്തി? എന്തായാലും രോഹിത്തിനെക്കാട്ടിലും മികച്ചൊരു ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള ഒരു പ്രകടനം ഒന്നുമല്ല കാഴ്ചവെച്ചത്. ഇനി അതല്ല ഒരു ഓൾറൗണ്ടർ പ്രകടനമാണ് അവരിൽ നിന്ന് ഉദ്ദേശിച്ചെങ്കിൽ ഈ സീസണിൽ എന്തായാലും അതിനുള്ള കിട്ടിയല്ലോ. അംബാനിക്കും മുംബൈ മാനേജ്മെൻറ്റിനും എന്തായാലും വയറ് നിറച്ച് ഹർദിക് പാണ്ഡ്യ നൽകിയിട്ടുണ്ടല്ലോ. അപ്പം വളരെ നാണം കെട്ട കുറേ തോൽവികൾ, ജയിക്കാവുന്ന കളികൾ പോലും ജയിക്കാതാവുന്നു. അങ്ങനെ ഒന്നും പറയാനില്ലാത്തൊരു സീസണായിപ്പോയി മുംബൈക്ക്. ഒരു പ്രതീക്ഷ നൽകാതെ ആയിപ്പോയി മുംബൈ. അതേസമയം സീസണിൽ ആദ്യം പുറത്താവുമെന്ന് വിചാരിച്ചിട്ടുള്ള RCB ഇപ്പം ഏകദേശം പ്ലേ ഓഫിൻ്റെ വക്കിൽ ആണ് നിൽക്കുന്നത്. ഇന്നത്തെ മത്സരം ചെന്നൈയായിട്ട് നല്ലൊരു മാർജിനിൽ ജയിക്കാൻ കഴിഞ്ഞാൽ അവർ പ്ലേ ഓഫ് കളിക്കാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ്, ഭയങ്കര സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇനി മുംബൈയുടെ ഭാവി എന്താവും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം രോഹിത് ശർമ്മ എന്തായാലും അടുത്ത മെഗാ ലേലത്തിൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റേതെങ്കിലും ഒരു ടീം രോഹിത് ശർമ്മയെ ലേലത്തിൽ എടുക്കും എന്നുള്ളതും, എത്ര തുകയ്ക്കാണ് രോഹിത്തിനെ ലേലത്തിൽ വിളിച്ചെടുക്കുക എന്നുള്ളതൊന്നും അറിയില്ല. ഒരു റെക്കോർഡ് തുകയിലോട്ട് പോകുമോ അതോ ഇനി അത്രയൊന്നും ഇല്ലാണ്ട് അതിൽ കുറവായിരിക്കും എന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. സ്റ്റാർക്കാണ് 25 കോടി നേടി, സ്റ്റാർക്കാണ് ഏറ്റവും കൂടുതൽ തുക നേടിയിരിക്കുന്ന ഒരു താരം. അപ്പോൾ അതൊക്കെ മാറുമോ ഇല്ലെന്നുള്ളതൊക്കെ നമ്മളെന്തായാലും കണ്ടു തന്നെ അറിയണം. ഇപ്പം നിലവിലിപ്പം 15-17 കോടി കൊണ്ടാണ് രോഹിത് ശർമ്മയ്ക്ക് മുംബൈ ഇന്ത്യൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ലേലത്തിൽ വരുവാണെങ്കിൽ അതിനകത്ത് കണ്ടറിയണം. അതിനുശേഷം ഇനിയുള്ള മത്സരങ്ങളൊക്കെ മുംബൈക്ക് വേണ്ടുന്ന പോലെ പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം ഹർദിക് പാണ്ഡ്യയോട് എല്ലാ ആൾക്കാർക്കും ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു താല്പര്യക്കുറവുണ്ട്. അതിപ്പോൾ വേറെ ഏതെങ്കിലും ടീമിലാണ് ആയിക്കോട്ടെ. ഇപ്പോൾ അടുത്തൊരു അഴിച്ചുപണി വരുമ്പോഴും മുംബൈയിലോട്ട് വരുന്നവർക്ക് ഒരുപക്ഷെ മനസ്സോടാണ് അവർ വരുന്നതെന്ന് പറയാൻ ഒരു ഉറപ്പുമില്ല, മനസ്സോടാണ് വരുന്നതെന്നുള്ളത്. കാരണം ഹർദിക് പാണ്ഡ്യയുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഹെയ്റ്റേഴ്സിനെ കൂടുതൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് അവനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നതെന്നുള്ളതാണ് അറിയാൻ പറ്റാത്ത ഒരു കാര്യം. കാരണം അവനെന്നുള്ളൊരു ഓൾറൗണ്ടറിൻ്റെ കുറവൊന്നും ഇല്ല അവിടെ, ഇല്ലേ? അല്ലാണ്ട് തന്നെ കളി ജയിക്കാനും എടുക്കാനൊക്കെ കഴിഞ്ഞിരുന്നു അവർക്ക്. ഇനി എന്തായാലും ഞാൻ മുംബൈ വിട്ട് രോഹിത്ത് പുറത്തേക്ക് പോവുകയാണെങ്കിൽ വേറൊരു ടീമിലേക്ക് സപ്പോർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ രോഹിത്ത് കളി നിർത്തുവാണെങ്കിൽ പോലും ഞാൻ ഇനി മുംബൈ സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ എത്ര പേരുകൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഒരു പക്ഷേ മുംബൈയുടെ ഹോം ഗ്രൗണ്ടിൽ പോലും
അത്രയും നിറഞ്ഞൊരു കാണികളെ ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഈ സീസണിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ സീസൺ മുതൽ മുംബൈ നേരിടാൻ തയ്യാറായിക്കോ എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനിയുള്ള സീസണുകളിലൊക്കെ ഒരുപക്ഷെ ഇവന് ജയം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലോ പ്ലേ ഓഫിൽ കയറാൻ കഴിഞ്ഞില്ലെങ്കിലോ അന്നേരമാണ് ശരിക്കും പറഞ്ഞാൽ രോഹിത് ശർമ്മയുടെ വില എല്ലാവരും മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വളരെ വിഷമമുണ്ട്. കാരണം രോഹിത് നേടിയതാണെങ്കിലും എപ്പോഴും മുംബൈയുടെ പേരിൽ തന്നെയാണ്, അല്ലെങ്കിൽ മുംബൈയുടെ ഇതിൽ തന്നെയാണ് ആ കപ്പുകളുള്ളത്. അപ്പോൾ എന്തായാലും രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസി എന്നുള്ളൊരു മികവ് അതെന്തായാലും അങ്ങനെയൊന്നും പോകത്തില്ല. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ വേറൊരു ടീം ലേലത്തിൽ വിടുകയാണെങ്കിൽ തീർച്ചയായും വേറൊരു ടീം രോഹിത് ശർമ്മയെ നേടുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ആ ലേലത്തിന് വേണ്ടി എന്തായാലും കാത്തിരിക്കുന്നു. ഇനി എന്തായാലും ഇന്നത്തെ മത്സരം ചെന്നൈയും RCB തമ്മിൽ ഉള്ള മത്സരമാണ്. ശരിക്കും വാശിയുള്ളൊരു പോരാട്ടം തന്നെയായിരിക്കും. ആരൊക്കെ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യും, ആർക്കൊക്കെ പ്രഷറുകൾ ഉണ്ടാകും, ആരൊക്കെ തകർന്നു പോകും, ആരൊക്കെ നിന്ന് കളിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും കാണാൻ ഭയങ്കര എക്സൈറ്റഡോടെ കാത്തിരിക്കുകയാണ്. രോഹിത് ശർമ്മ ഇനിയും നമ്മളിനി വേൾഡ് കപ്പിലേ കാണാൻ കഴിയുള്ളൂ. അപ്പം വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഏതായാലും ഇനിയുള്ള IPL മത്സരങ്ങൾ വളരെ വാശിയുള്ളതായിട്ടും നല്ല നല്ല മത്സരങ്ങളാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എന്തായാലും ആ മത്സരത്തിന് ശേഷം നല്ല റിവ്യൂമായിട്ട് നമുക്ക് വീണ്ടും കാണാം.